അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രഭ എൻ്റർപ്രൈസസിൻ്റെ പുതിയൊരു ഷോറൂം ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന സർവീസ് സെൻറ്റർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് വലിയൊരു സർവീസ് സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇനോഗ്രേഷൻ ഈ വരുന്ന 18-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർണിയോ സ്കീമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം കാര്യങ്ങളാണ്. ഇത് ഒരു സിംഗിൾ വീഡിയോ ആയിരിക്കില്ല, ഒരു വീഡിയോ സീരീസ് ആയിരിക്കും. ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന ഈ സീരീസിൽ ഓരോ എപ്പിസോഡിലായിട്ട് നമ്മൾ ബോർണിയോ സ്കീമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും സർവീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ടെക്നീഷ്യന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പല ലെവലിലുള്ള ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. അതായത് ഡീപ്പ് ലെവലിൽ ബോർഡിൽ IC ലെവലിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ മുതൽ സാധാരണ ഈ ഡിസ്പ്ലേ ചേഞ്ചിങ് അല്ലെങ്കിൽ ചെറിയ ചാർജിങ് കൺട്രോളുകൾ മാറ്റുക, മൈക്ക് മാറ്റുക, സ്പീക്കർ മാറ്റുക, അങ്ങനെ ചെയ്യുന്ന ടെക്നീഷ്യന്മാർ വരെ. അതിൽ ചില ആൾക്കാർ അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരും, ചില ആൾക്കാർ സാധാരണ പോലെ അവർ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് ഡിസ്പ്ലേ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് ചെറിയ രീതിയിൽ ബോർഡ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഈ ബോർഡിലുള്ള ICകളെയും കാര്യങ്ങളെയും മനസ്സിലാക്കാനും ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ബോർണിയോമായിട്ടുള്ള സ്കീമാറ്റിക് ടൂളുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ ബോർണിയോ സ്കീമാറ്റിക്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ ഇത് പെയ്ഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പർച്ചേസിങ് എങ്ങനെ നമുക്കിതിൽ ലോഗിൻ ചെയ്യാൻ കഴിയും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ബോർണിയോ സ്കീമാറ്റിക്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു സെറ്റപ്പ് ഫയൽ ആവശ്യമുണ്ട്. അപ്പോൾ ആ സെറ്റപ്പ് ഫയൽ കിട്ടാനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ ബോർണിയോയുടെ വെബ്സൈറ്റിൽ പോകണം. അപ്പം നമുക്ക് ബോർണിയോ സ്കീമാറ്റിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് വരും. അപ്പോൾ ഇതിൽ 2 വെബ്സൈറ്റ് വരും. ഒന്ന് updatebourneo.com എന്ന് പറഞ്ഞിട്ടും ഈ മൗസ് പോയിന്റർ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ആദ്യത്തെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് https://www.updatebourneo.com എന്നുള്ളതും, രണ്ടാമത് വരുന്നത് borneoschematics.co.id. അതായത് ഈ ബോർണിയോയുടെ ടീം ഇന്തോനേഷ്യ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ നമുക്ക് സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യാനും അതുമാതിരിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്ഡേറ്റ് ബോർണിയോ എന്നുള്ള വെബ്സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഈ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കിട്ടും. നിലവിൽ ഇവർ കൊടുത്തിട്ടുള്ളത് 4 ഓപ്ഷനുകളാണ്. ഇത് 4ഉം ഒരേ സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചിട്ടും നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഹോസ്റ്റിംഗ് സെർവറാണോ സ്പീഡ് കൂടുതലുള്ളത് അതിനനുസരിച്ച് ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബോർണിയോയുടെ സെർവറിന് തന്നെയോ, രണ്ടാമത്തെ ലിങ്ക് വരുന്നത് ഗൂഗിൾ ഡ്രൈവ് വഴിയും, മൂന്നാമത്തെ ലിങ്ക് മീഡിയ ഫയർ വഴിയും, നാലാമത്തെ ലിങ്ക് മെഗാ എന്നുള്ള ഹോസ്റ്റിംഗ് സൈറ്റിലേക്കാണ് പോകുന്നത്. അതിൻ്റെ താഴെ വരുന്ന സാധനങ്ങൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള വിൻസിപ്പ്, അതുമാതിരി VPN ആവശ്യമുണ്ടെങ്കിൽ VPN, പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും എററുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് കേസിൽ നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ നിന്നല്ല പുറമേ നിന്നൊക്കെയാണ് സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടാവും, GSM ഫോറം മാതിരിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കില്ല കിട്ടുക. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇതിൽ വരുന്നത് ഇപ്പം വേർഷൻ 6.0 ആണ്. ആഗസ്റ്റ് 17-ാം തീയതി ഇറങ്ങിയിട്ടുള്ള രണ്ടാമത്തെ പാച്ച്. അതുകൊണ്ടാണ് 17.08B എന്ന് വന്നിട്ടുള്ളത്. 08A ആയിരുന്നു ആദ്യം വന്നത്. അപ്പോൾ നമ്മൾ ഈ പാച്ചിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡൗൺലോഡ് പേജിലേക്ക് പോകും. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തത് മീഡിയ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 115 MB വരുന്നൊരു സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഈ ഭാഗത്തായിട്ട് വരുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോപ്പപ്പ് ആഡുകൾ വരും. അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലോസ് ചെയ്യാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ ഈ മൗസ് പോയിന്റർ വരുന്ന ഭാഗത്ത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റപ്പ് ഡൗൺലോഡ് ആകുന്നതും അതിൻ്റെ സ്പീഡും നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഫോൾഡറിൻ്റെ സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡൗൺലോഡ് ആയിട്ടുള്ള സ്ഥലം കാണാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റപ്പ് നമുക്കിവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെറ്റപ്പ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ സെറ്റപ്പുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നമ്മൾ ഓക്കെ അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് എന്താവും, ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കത് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി നമ്മുടെ ഇൻസ്റ്റാളിങ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇതുപോലൊരു ഐക്കൺ വരും. അപ്പോൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഒരു സെറ്റപ്പിനനുസരിച്ചിട്ട് ഈ ഐക്കൺ എവിടെ വേണമെങ്കിലും വരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് റോ തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്, ബോർണിയോ സ്കീമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടൂൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനനുസരിച്ചിട്ട് ഈ ടൂൾ ഓപ്പൺ ആയിട്ട് വരാനുള്ള ടൈം വ്യത്യാസപ്പെടും. നിങ്ങൾ ഉപയോഗിക്കുന്നത് പഴയ സിസ്റ്റം അല്ലെങ്കിൽ സ്പീഡ് കുറവുള്ള സിസ്റ്റം ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അല്ല നല്ല SSDയും കാര്യങ്ങളൊക്കെ വരുന്ന പുതിയ പ്രോസസ്സറൊക്കെ വരുന്ന PC ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ലാപ്പ് ഇപ്പം ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് ഇവിടെ ഓപ്പൺ ആവുന്നത്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ബോർണിയോ നിങ്ങൾ ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും ഇവിടെ ഉണ്ടായിരിക്കില്ല. അതിന് പകരം ഇവിടെ രണ്ട് സ്ഥലത്തും ബ്ലാങ്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ രജിസ്റ്റർ ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ അത് ഏതിൽ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോർണിയോ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വരും. അതായത് ഈ ഒരു പേജിൽ നമുക്ക് നമ്മുടെ യൂസർ നെയിം, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു പാസ്വേഡ്, ഇത്രയും 4 കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബോർണിയോ ആക്ടിവേഷൻ ചെയ്യാനുള്ള കോഡാണ്. അപ്പം നമ്മൾ ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ കോഡാണ് നമുക്ക് കിട്ടുക. അപ്പം ഞങ്ങളെ മാതിരിയുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലോ ബോർണിയോയുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലുള്ള ഒഫീഷ്യൽ റീസെല്ലേഴ്സിൻ്റെ ലിസ്റ്റിലോ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഡ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആ ഡീറ്റെയിലുകൾ നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ടു ലോഗിൻ അടിക്കാം. എന്നിട്ട് നമ്മൾ കൊടുത്ത ഐഡിയും പാസ്വേഡും ഇവിടെ അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് റിമെമ്പർ ദിസ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എന്ത് ചെയ്യണ്ട, പാസ്വേഡും ഐഡിയും അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇനി ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ആക്ടിവേഷൻ കോഡ് കണ്ടല്ലോ. ഈ ആക്ടിവേഷൻ കോഡിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 ടൈപ്പിലുള്ള ആക്ടിവേഷൻ കോഡുകൾ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഇതുവരെ ബോർണിയോ ഉപയോഗിക്കാത്ത ആളാണ്, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നമുക്ക് വാങ്ങിച്ചിട്ട് മെച്ചം ഉണ്ടാവുമോ, ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് സർവീസിങ് കുറച്ചുകൂടെ ഈസി ആക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തെ ആക്ടിവേഷൻ പാക്കേജ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബേസിക് വരുന്നത് നമുക്ക് 3 മന്ത് പാക്കേജാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇയർ പാക്കേജ് അവൈലബിൾ ആണ്. അപ്പോൾ 1 ഇയർ പാക്കേജ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓൾറെഡി കുറച്ച് ഉപയോഗിച്ച ആളാണെങ്കിലോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഷുവറുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 ഇയർ പാക്കേജ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ 1 ഇയർ പാക്കേജ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ യൂസറായിട്ട് വാങ്ങാം. അതായത് നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ വാങ്ങാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും വരുന്നത്. അതല്ല നിങ്ങൾക്കോ നിങ്ങളുടെ വേറെ 2 ഷോപ്പുകളിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ബോർണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നത് അതിൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അൺലോക്ക് ടൂളൊക്കെ പോലെ വേറെ വേറെ സിസ്റ്റങ്ങളിൽ കണ്ടിന്യൂസ് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ രണ്ടാമത്തെ ഷോപ്പിൽ ഉപയോഗിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമതൊരു ID കൂടെ പർച്ചേസ് ചെയ്യണം. അതല്ല നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കതിന് സെപ്പറേറ്റ് പാക്കേജ് വരുന്നുണ്ട്, ബോർണിയോ ഡബിൾ യൂസർ എന്ന് പറഞ്ഞിട്ട്. ഡബിൾ യൂസർ പാക്കേജ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സിംഗിൾ പാക്കേജിനെക്കാട്ടിയും ആവറേജ് ഒരു 1000 രൂപ വരെ എന്ത് കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ അവിടെ 2 പേരും ഒരേ യൂസർ നെയിമും പാസ്വേഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പക്ഷേ രണ്ടാൾക്കും അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാം, 2 സ്ഥലത്തുനിന്നും ഇത് ഉപയോഗിക്കാനായിട്ട്
പറ്റും. അപ്പോൾ ഇതിൽ ഏത് പാക്കേജ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന പാക്കേജിനനുസരിച്ചുള്ള ഒരു ലൈസൻസ് നിങ്ങളുടെ PC-യിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ കൂടെ അത് രജിസ്റ്റർ ആവും. അത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഐഡിയും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടൂള് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇത്ര കാര്യങ്ങൾ മാത്രമാണ്. ബോർണിയോയുടെ ബേസിക്കായിട്ട് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എവിടെ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതുപോലെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബോർണിയോ രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ ചോദിക്കുന്ന കോഡ് അല്ലെങ്കിൽ ആക്ടിവേഷൻ കോഡ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ ആക്ടിവേഷൻ കോഡ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് അവൈലബിൾ ആണെന്നുള്ള ഡീറ്റെയിലുകൾ ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിലുകൾ അറിയണമെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോകൾ നമ്മളിതിൻ്റെ പുറകെ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആക്ടിവേഷൻ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.